ഭർത്താവിൻ്റെ ദുഃഖങ്ങൾ എന്നൊരു വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ ചില ഭർത്താക്കന്മാരെങ്കിലും വിചാരിക്കുന്നത്, ചിലരങ്ങനെ എഴുതി അയക്കുകയും ചെയ്ത കാര്യം, ഞങ്ങളുടെ വിഷയം ചർച്ചക്കെടുത്തു എന്ന തരത്തിൽ. ഇനി അങ്ങനെ പറയാത്ത ആളുകളും ഒരു പക്ഷേ ധാരാളം ഉണ്ടാകാം. നിരുത്തരവാദിയായ ഭർത്താവ് എന്നതാണ് നമ്മുടെ ഒരു വിഷയം ഉണ്ടായിരുന്നത്. അപ്പോൾ ഭാര്യമാർ വിചാരിക്കുക ഞങ്ങളെ വിഷയം ചർച്ചക്കെടുത്തു. ഇങ്ങനത്തെ ഒരു കൗൺസിലിംഗ് രംഗത്ത് ഞങ്ങളുടെ വിഷയം അവരുടെ വിഷയം അങ്ങനെ അത് കേൾക്കാനൊരു പ്രത്യേകം താല്പര്യം കാണിക്കേണ്ടതുണ്ട്. അതല്ല, ഇന്നത്തെ വിഷയം ഇപ്പോൾ ഭാര്യമാരല്ലേ ശരിക്കും കൂടുതൽ കേൾക്കണം, ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തിരുത്താം എന്നർത്ഥത്തിൽ അവരല്ലേ ശരിക്കും കൂടുതൽ കേൾക്കേണ്ടത്. ഈ ഒരു വിഷയത്തിന് എത്രമാത്രം പ്രസക്തിയുണ്ട്? ഇപ്പോൾ നമ്മൾ സ്നേഹക്കൂടിലാണെങ്കിലും ഇപ്പം നമ്മുടെ ഈ ലൈവ് കൗൺസിലിങ്ങിലാണെങ്കിലും ഒക്കെ നമുക്ക് ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ വരുന്ന ക്വസ്റ്റ്യൻസിനെ നമ്മൾ അനലൈസ് ചെയ്യാണ് ചെയ്യണത്. അതെ അതെ. അപ്പോൾ സ്വാഭാവികമായും എന്താണ്, നമ്മുടെ ശ്രോതാക്കളിൽ മിക്കവരും സ്ത്രീകളാണ്. നമുക്ക് ഏറ്റവും അധികം ക്വസ്റ്റ്യൻസുകൾ അയക്കുന്നതും പരിഹാരം ചോദിക്കുന്നതും സ്ത്രീകളാണ്. അപ്പോൾ നമ്മൾ അതിനോട് പ്രതികരിക്കുമ്പോൾ പൊതുവെ എന്താണ്, അത് സ്ത്രീകൾക്ക് ഫേവറായിട്ട് നിൽക്കുകയാണെന്ന് തോന്നും. പിന്നെ സ്വാഭാവികമായി നമ്മൾ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരെ കുറിച്ചുള്ള വേദന പറയുമ്പോൾ നമ്മൾ അതിനെ നിരൂപണം ചെയ്യുമ്പോൾ എന്തായിരുന്നാലും അവിടെ ഭർത്താക്കന്മാർ പ്രതികളാകുന്നുവോ എന്ന ഒരു സംശയം വരുന്നതും കൂടെയാണ് ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഇതിൽ പല സ്ത്രീകളും നമുക്ക് ചോദ്യങ്ങൾ അയക്കുമ്പോൾ അവർ പറയാറുള്ള ഒരു കാര്യം, എൻ്റെ ഭർത്താവ് ഇതൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനൊക്കെ മറുപടി പറയണം എന്ന് പറയും. ഇതേ ഒരു ചിന്ത വേണമെങ്കിൽ ആർക്ക്, ഏറ്റവും അധികം നമുക്ക് ശ്രോതാക്കൾ സ്ത്രീകളാണ്. അപ്പൊ അവരെയൊക്കെ ഇത് കേൾപ്പിക്കാൻ ഒരു ഭർത്താവ് അയാളുടെ ഒരു പ്രശ്നം നമുക്ക് എഴുതി അയച്ചാൽ നമ്മൾ അതിനെ നിരൂപണം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇനി സ്ത്രീകൾക്ക് തോന്നും എന്ത്, നമ്മൾ അവർക്കെതിരായിട്ടാണോ പറയുന്നത് എന്ന് അവർക്ക് തോന്നാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, നമ്മളൊരു ഇസ്ലാമിക് ബേസിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ ആ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താണ്, ആ പ്രമാണങ്ങളിൽ ഊന്നിയിട്ടുള്ള സത്യസന്ധമായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിലൊരു പക്ഷം പിടിക്കുക എന്ന് പറയുന്നതിൽ എന്തില്ല, അർത്ഥമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായി നമ്മൾ സംശയിച്ചിരുന്നു എന്ത്, ഈ ഭർത്താക്കന്മാരുടെ വേദനകളെ കുറിച്ചൊരു ചർച്ച വെക്കുമ്പോൾ ഭർത്താക്കന്മാരുടെ ഭാഗത്തുനിന്ന് വരണല്ലോ ചോദ്യം. അങ്ങനെ ചോദ്യം വരില്ലെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷെ സത്യത്തിൽ നമ്മൾ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിച്ചിട്ടാണ് എന്താണ് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സത്യത്തിൽ എന്താണ്, അവരങ്ങനെ ഒരു ശ്രദ്ധ ഇതുവരെ കാണിക്കാത്തത് കൊണ്ടാണ് അവർ ചോദിക്കാതിരുന്നത്. അപ്പൊ ധാരാളം സ്ത്രീകളാണ് ശ്രോതാക്കൾ. നിങ്ങൾ പറയുന്ന ഓരോ വേദനകളും ഇവിടെ വായിക്കുമ്പോൾ അതിൽ സ്ത്രീകൾക്ക് പല ഗൈഡൻസും കൊടുക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് ഇതിനെ ഉപയോഗപ്പെടുത്തുന്നതിനാണ്. സത്യം പറയുകയാണെങ്കിൽ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്നവർ തന്നെയാണ് ഭർത്താക്കന്മാർ. അതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളിപ്പോൾ സ്ത്രീകൾ നമ്മളോട് പറഞ്ഞ പരാതികളെ, വിഷമങ്ങളെ നമ്മൾ മൊത്തത്തിൽ എടുക്കുമ്പോൾ അത് വെറും വീട്ടിലും ഭാര്യ ഭർത്തൃ ബന്ധത്തിലും അല്ലെങ്കിൽ അമ്മായിമ്മയിലും പരിമിതമായ കാര്യങ്ങളാണ്. എന്നാൽ ഒരു ഭർത്താവിന്റെ വേദന എന്തല്ല, ഒരു കുടുംബത്തിൽ മാത്രം പരിമിതമല്ല. ശരി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തിന് വേണ്ടിയുള്ള വഴി കണ്ടെത്തുവാൻ വേണ്ടിയുള്ള ഓട്ടം എല്ലാവർക്കും ഉണ്ട്. അവനവന്റെ ജോലിന്റെ ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ചില ആളുകൾ സംഘടനാ പ്രവർത്തകന്മാരായിരിക്കും, പ്രബോധകന്മാരായിരിക്കും, രാഷ്ട്രീയക്കാരായിരിക്കും. അപ്പോൾ നമ്മുടെ ജോലി, പിന്നെ സാമൂഹ്യ രംഗത്ത് നമ്മൾ ഇടപെടുന്ന മതപരമായ രംഗത്തുള്ള നമ്മുടെ രംഗങ്ങൾ, ഇതിലൊക്കെ നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിനൊക്കെ നമുക്ക് സമയം വേണം. ആ കൂട്ടത്തിലാണെന്ത്, നമ്മൾ കുടുംബത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക, ഇതിൻ്റെ മുഴുവൻ ടെൻഷനും പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നതൊക്കെ എന്താണ്, ഒരു വീട്ടിൽ നിന്ന് പൂർണ്ണമായും ഒരു ഭാര്യയുടെ അതിശക്തമായ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പുരുഷൻ നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സ്ത്രീ വേണ്ട രൂപത്തിൽ ഭർത്താവിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നില്ലെങ്കിൽ അയാളുടെ കാര്യം വളരെ പ്രയാസമാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യും, ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, സ്ത്രീകളുടെ പൂർണ്ണമായ പിന്തുണയും സഹായവും അവർക്ക് വേണം. അല്ലെങ്കിൽ ജോലി വളരെ സ്മൂത്തായി ചെയ്യാൻ പറ്റൂല, ഒരു കാര്യത്തിനും കോൺസെൻട്രേഷൻ കിട്ടില്ല. എല്ലാറ്റിനും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനൊക്കെ ഒരു ആശ്വാസം പകർന്ന് അതിനൊരു പിന്തുണ നൽകി ഭാര്യമാർ കൂടെ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനസ്സ് നമ്മുടെ സഹോദരിമാർക്ക് ഇല്ലെങ്കിൽ വളരെ വലിയ പ്രയാസം നമ്മുടെ സുഹൃത്തുക്കൾ അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എന്താണ് ഒരു ഭർത്താവിൻ്റെ വേദന, അല്ലെങ്കിൽ ഒരു ഭർത്താവിൻ്റെ മനസ്സിൽ എന്തായിരിക്കും എന്നൊരു പക്ഷേ ഇന്ന് സഹോദരിമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ക്വസ്റ്റ്യനുകളിൽ നിന്ന് മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്.